ഇറങ്ങാൻ പറ്റുമോ? ഞങ്ങളിനി അപ്പുറത്തെ മോട്ടോറൊക്കെ ഒന്ന് പോകുന്നുണ്ട്, അവിടെ പോയി വല നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം നമ്മൾ 3 കിലോ വരൽ കൊടുത്താൽ മതി. ഇത് 6-7 കിലോ മീനുണ്ട് മൊത്തം കണ്ട്. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ വരാൽ നമുക്കിത് ഇത്രയും ഇപ്പം നമ്മുടെ കലത്തിലുണ്ട് കേട്ടോ. നമുക്ക് ഒരു 1 കിലോ വരാലും ആ 3 സിലോപ്പി. ഇതിന് മുന്നേ 3 വല വെച്ച്, ആ 3 വല വെച്ചതിൻ്റെ ബാക്കി മീൻ. അപ്പം നമ്മൾ ഇതിനിടയ്ക്ക് മീൻ ഇങ്ങോട്ട് വരുന്ന വഴി നമ്മൾ അവിടെ കൊടുത്തായിരുന്നു. അപ്പം നമ്മളിത് ഇപ്പം ഈ ചാലൊന്ന് തപ്പാൻ പോകട്ടെ. ഇത് ഈ റോഡ് പിടിച്ച ചാല. അപ്പോൾ ശങ്കർ പോയില്ല, അവിടെ ഒന്ന് ഇങ്ങോട്ട് അനക്കി വരുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഈ വല നമ്മളിത് ഇവിടെ കുത്താൻ പോകട്ടെ. അപ്പം നിങ്ങൾ നമ്മുടെ മീൻ കൊടുത്ത വീഡിയോസ് ഒന്ന് കണ്ടിട്ട് പോവാം. അപ്പം നമുക്ക് ബാക്കി അത് കഴിയുമ്പം നമുക്ക് ഈ തപ്പ് കാണും. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ചേച്ചിമാരും ഒക്കെ അവിടെ ഇപ്പോണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മീൻ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെ മീൻ അവർക്ക് കൊടുത്തു. അപ്പോൾ ആ വീഡിയോ ഇങ്ങോട്ട് കണ്ടേച്ചും വരുമ്പോൾ ഞങ്ങളിവിടെ വല കുത്തി ഞങ്ങൾ തപ്പ് തുടങ്ങാം. അല്ല നമ്മൾ ഇവിടെ വരാൽ കൊടുക്കുക കേട്ടോ. വരാലോ നിങ്ങൾക്ക് എന്ത് മാത്രം വേണം? ഞങ്ങക്ക് വലുത് നോക്കിത്താ 2 കിലോ. ആ കൂടെ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ലേടി പ്രിയ, എന്നോട് ചെയ്തു വെച്ച് ഞാൻ കൊടുക്കണം. ഇന്ന് വരും. അതെല്ലാം കൂടണ്ടേടി, മുറി കൂടണ്ടേടി. അനിയത്തിക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. ചേതാ അത് ഇത് ക്യാമറ അത് ഒരെണ്ണം ചേർമീൻ്റെ ആണോ മോനെ? അല്ലല്ല വരാല, എല്ലാം വരാല. എന്റെ ദൈവമേ, അതുങ്ങൾ നിന്റെ പേരെന്തുവാ? നീ എത്തിയത് നോക്കണ്ട. നിന്റെ പേരെന്തുവാ? എത്രയാ പഠിക്കുന്നത്? 2-ല്. അപ്പൊ 3 ആകത്തില്ലേ? 3 മതിയോ? 2 400 ഉണ്ട്. അതിനകത്തൊരു ചെറുതൊരെണ്ണം മറ്റേ 2 കിലോ മതിയല്ലേ? 2 കിലോ മതിയല്ലേ? ആ നോക്കിക്കോണം. ആ അത് കൊടുത്തേ. 2 ഉണ്ട്, തൂക്കിക്കൊടു. ആ ഉണ്ട്, കണ്ട 2 ഉണ്ട്. പ്രിയ മുഖം വലിച്ചോ സ്വർണം തൂക്കുന്നതാണ് കായ്പോ അല്ലേ? ആ ആ ചെമ്പല്ലി ചെമ്പല്ലി. ഓക്കെ ഓക്കെ, നമ്മള് മീൻ കച്ചവടം ഇവിടെ തന്നെ ആകട്ടെ. അവനും വേറെ പിടിച്ചിട്ടു കറക്റ്റാ. അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നേരെ ഇച്ചിരി മീൻ കിട്ടിയില്ല. കരവമ്മയ്ക്ക് അങ്ങേറ്റം കിടക്കുന്നിട്ട് അത് എടുക്കും. വീണ്ടും ഓട്ടോ വരുന്നേ. അങ്ങോട്ട് കാണിക്കടാ. കുഞ്ഞുങ്ങളാണോ? അത് മൊത്തം എടുത്ത് വള്ളിച്ചാച്ചിക്ക് അങ്ങ് കൊടുത്തു. വള്ളിച്ചാച്ചി അറിയാവോ? പിന്നെ കൊള്ളാമല്ലോ. നല്ല തിരുവരാണിക്കുളത്ത് പോകണക്ക് പൈസ എടുത്തോണ്ട് വാ മോന്റെ. അമ്മ തരാ. ഇനി വേണോ? 60. ഇനി വേണോ? ചേട്ടന് വേണോ ചേട്ടാ? 1 കിലോ. എടാ 1 കിലോ ഈ ചേച്ചിക്ക് വരും.
ഉള്ളതിലും കുഴപ്പമില്ല. ആ പിന്നെയും കിറ്റ് വേണം. ഞാൻ ഓർത്ത് ചെറിയ സിലോപ്പി ആയിരിക്കും ഇനി കുളത്തിലിടാനത്. പക്ഷെ ഞാൻ ഇടുന്നതെല്ലാം വെള്ളം കയറ്റുമ്പോ ഇറങ്ങി അതിന്റെ ഒഴിക്കും. ഞാനിടും, അത് ഈ കണ്ടത്തിലേക്ക് ഇറങ്ങും. അതിന്ന് വീണ്ടും അത് പെറ്റ് വരികയും ഞങ്ങൾ പിടിക്കും, വീണ്ടും പിടിക്കും. പിന്നെ അത് കണക്ക് തന്നെ പിന്നെ വരും, അത് ഞങ്ങൾ പിടിക്കും, അങ്ങോട്ട് വരും. വെള്ളം വിലക്ക് മേടിച്ചിടും, ഞങ്ങൾ പിടിക്കും. ഞാൻ പിന്നെ വിലക്ക് അങ്ങോട്ട് വരും. കൂടെ അവിടെ ചെല്ലുമ്പോഴേ ഈ മോട്ടറിന്റെ അവിടെ അങ്ങോട്ട് പതുക്കെ കയറും, കോരുവിലേക്ക് പതുക്കെ കോരി എടുക്കും, കുളത്തിൽ. അത് തന്നെ അതിന്റെ എന്റെ മുന്നേ ഞാൻ ഇത് ഒരു മീനും വാങ്ങുന്നവനല്ലായിരുന്നു. എന്റെ പണി ഇതൊക്കെ തന്നെ. വീശുവല്ലോ, ഉടക്കുവല്ലോ. ഉടക്കൂരല്ല, കോരി എടുക്കുക, കുത്തി എടുക്കുക. കൂട്ടി ശീലമായി പോയതല്ലേ ചന്ദ്രമാമ. അത് തന്നെ. ഇപ്പോഴാണ് ഞങ്ങള് കടമീൻ മേടിക്കാൻ തുടങ്ങിയത്. കേടുണ്ട്. 1 കിലോ മതി കൂട്ടാ. 3 1 കിലോ അല്ലേ? തൂക്കം പറഞ്ഞു. ഞങ്ങളുടെ 2 കിലോയുടെ. താങ്ക് യു. ഇതെല്ലാം അങ്ങോട്ട് മേടിച്ചേ. 3 1 കിലോ. ഞങ്ങള് വെള്ളത്തിൽ വെച്ച് പിടിച്ചപ്പോഴേ തൂക്കി പിടിച്ചേ, അതാ പറഞ്ഞു. അപ്പൊ കച്ചവടം പിടിച്ചെന്ന് എനിക്ക് തന്നെ വേണ്ട. അതെ 2 കിലോ മേടിച്ചു. 2 ചമ്പല്ലില്ലേ? 2 കിലോ മേടിച്ചു. അതാ കച്ചവടം പിടിച്ചാൽ 2 ചമ്പല്ലി വന്നില്ല. 1/2 കിലോ ചമ്പല്ലി ഇല്ലേ? ആ അങ്ങോട്ട് ബാക്കി ദൈവത്തിൽ 200 ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മതി. അതിനകത്ത് കാര്യമില്ല. കാര്യമുണ്ട്. 2 3 അതേ ഉള്ളൂ. കച്ചവടം വന്ന് ഇപ്പം വരമാത്ത ചെറിയയിലേക്ക് മാറ്റിയിരിക്കുക. അങ്ങോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞോ ഇതൊക്കെ കിട്ടിയുള്ളൂ. വേണോ? കിറ്റ് കൊണ്ടുപോയോ? ചേച്ചി കിറ്റ് കിറ്റുണ്ട്. അല്ല ഇനി ആർക്കെങ്കിലും കൊടുക്കാൻ അവിടെ കിടക്കുന്ന കിറ്റ് കുറെ എടുത്തു കൊടുക്കും. വേണ്ട, ഞങ്ങൾക്ക് കിറ്റുണ്ട്. അതെ 50 രൂപ കൊടുത്താലേ അവര് കൊണ്ടുപോകത്തുള്ളൂ. ഞങ്ങൾക്ക് പള്ളാത്തൂരത്ത് കിറ്റ് ഇരിപ്പുണ്ട്. ഇതുപോലെ ഇങ്ങോട്ട് പോകുന്ന മേടിക്കാണോ കൊടുക്കില്ലേ? കാര്യം ഒരു വരാനും ആ കാര്യം പിടിക്കാം. ആ വരാലും 2 ദിവസം ഇവനെ വെള്ളത്തിലിട്ടാൽ ക്ഷീണിച്ചു പോകത്തില്ലേ? 2 ദിവസം വെള്ളത്തിലിട്ടാൽ ക്ഷീണിച്ചു പോകത്തില്ല. ക്ഷീണിക്കാൻ നിക്കണ്ട, അതിന് മുന്നേ അവൻ ചിലപ്പം വരും. അല്ല വെള്ളത്തിൽ കിടന്നോളും. വെള്ളത്തിൽ കിടന്നോളൂ, അതെനിക്കറിയാം. ഒരാഴ്ച വേണേലും കിടന്നോളൂ. കിടക്കും, പക്ഷേ ക്ഷീണിച്ചു പോകും. ഇല്ലടി, ഇവൻ വലിയ ചേർന്നത് കിടന്നു. ഇത് ഏതാ, ഈ പാടത്താണോ അപ്പുറത്താണോ? നിങ്ങളെ പാടത്ത് നീ തന്നെ. അപ്പൊ എന്റെ വരാലും ഉണ്ട് ഇതിനകത്ത്. അവിടെ വാഴപ്പാടം വിതയാണോ? ഇല്ല, അവിടെ വെള്ളം കയറ്റും. അവിടെ ഇല്ല പ്രിയ എനിക്ക് പുറകിൽ എന്തും വേണ്ടി ചെമ്പല്ലുണ്ടെന്നറിയോ? ആ വളക്കുളത്തിന് കുളത്തിൽ കിടന്നു. അതുണ്ടടാ, ഉണ്ട്. തൂക്കണ്ടായിരുന്നു. ഈ ചേച്ചി നോക്കി നിൽക്കുക, അതാ നമ്മ തൂക്കണ്ടെന്ന് പറഞ്ഞത്. എന്നെയല്ല ചോദിച്ചത്, എനിക്ക് പരിചയമില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒന്നും പറയുന്നില്ല. കൂട്ടാനും കൊള്ളത്തില്ല, കൂട്ടെങ്കിലും വേണ്ടില്ല. ചത്തുപോയതാന്നേ. ചത്തുപോയതാ. അതിൻ്റെ അത് കാണും, നോക്ക്. 50 ഉണ്ടോ? ഞാൻ തന്നെ 50. അപ്പൊ നമ്മളെ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ 1 കിലോ വരാറുങ്ങാണ് നമ്മുടെ കോഴിയുടെ. അല്ല അണ്ണന് വിറ്റുപോവാന്ന് പറയുക. അണ്ണന്റെ പേരെന്തുവാ? അന്യ. ഓക്കെ. നിങ്ങളുടെ വീട്? ഞങ്ങൾ കളർകോട്. ആ പറയുമ്പം പള്ളാത്തുരുത്തി എന്ന് പറയും.
അത് നമ്മുടെ എൻ്റെ അവിടെ ഒരു പിന്നെ ഇതില്ലേ അവിടെ വള്ളത്തുരുത്തി പാലത്തിൻ്റെ അവിടെ നമ്മളെ എൻ്റെ അപ്പച്ച വീടും ഞങ്ങളുടെ കുടുംബക്ഷേത്രമൊക്കെ അവിടെ ആണോ? ചാലിങ്കൽ ഉല്ലാസം ഉണ്ടേക്കാ അവിടെ. ആഹാ, മധു ഉണ്ടേക്കാ സഹോദരങ്ങളാണ്. 175. ആഹാ, ചാലുങ്കൽ. ആ പിന്നെ ആട്രമ്പിൽ നമ്മുടെ എൻ്റെ പെങ്ങളുണ്ട്. നമ്മുടെ വള്ളത്തുരുത്തി പാലത്തിനോടൊന്ന് അങ്ങോട്ട് പോകത്തില്ല വടക്കോട്ട്. വിജയമെന്ന് പറയും, മോഹൻ വിജയം. അറിയാം. എൻ്റെ പെങ്ങളാണ് വിജയം. പിന്നെ എൻ്റെ അപ്പുറത്തെ ശശി. പിന്നെ അങ്ങോട്ട് മാറി പ്രദീപ്, പിന്നെ മണിച്ചേച്ചി, അപ്പച്ചയുടെ മക്കളാണ്. അറിയാം, അവനെല്ലാം അറിയാം. അതിന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ശങ്കർ ബ്രോയുടെ പെങ്ങളാ കേട്ടാ, എപ്പോഴും കാണുന്നുണ്ട്. ശാലിനി, ഇവളുടെ പേര് ശാലിനി കേട്ടാ. അവളിവിടെയാ തയ്ക്കുന്ന, നമ്മള് ഈ കടയിലാ തയ്ക്കുന്നത് അല്ലേ? വൈഷ്ണവ്. ഇവിടെയാ തയ്ക്കുന്നത്. നമ്മളെന്നാ ഈ പാടത്ത് തന്നെ മീൻ പിടിച്ചത്. ഞങ്ങളിപ്പോൾ ഇല്ല, അപ്പുറം ഒരു മോട്ടറുണ്ട് ശാലിനി, ഞങ്ങൾ അവിടെ നോക്കാതെ അങ്ങോട്ട് പോയതാ. ഒന്ന് വരച്ചോട്ടെ, എന്നൊന്ന് വരച്ചൊന്ന് മാറ്റട്ടെ. നമ്മളിപ്പോഴേ ഈ ചാല് കണ്ടേ, ആ ചാലത്ത് നമ്മൾ ഇങ്ങോട്ട് ഇടിച്ച് കൊണ്ടുവന്നത് ഇവിടുത്തെ ചവറെല്ലാം കൂടെ കയറ്റി നമ്മൾ വാല ഇവിടെ കുത്തിയിരിക്കുക. ഇനിയിപ്പോൾ നമ്മളിത് കണ്ടോ, ചെമ്പല്ലി മറിയുന്നുണ്ട്. ചെമ്പല്ലി മറിയുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ ചാല ഇങ്ങോട്ട് തപ്പാൻ പോടാ കേട്ടോ. ഇത് പുതിയ റോഡ് പിടിച്ചപ്പം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കുഴിച്ച് ഈ കട്ട എടുത്ത് ഇതിൻ്റെ മേലോട്ട് വെച്ചു. അപ്പോൾ അതിൻ്റേതായ താഴ്ചയുണ്ട്. ചിലപ്പം ഒരു വരാല് മുട്ടിയാൽ ചിലപ്പോൾ നമ്മൾ മുങ്ങാതെ നമുക്ക് അതിനെ പിടിക്കാൻ പറ്റാത്ത സ്റ്റേജിൽ അത്രയും താഴ്ചയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നോക്കി അപ്പാപ്പി നിൽക്കുന്ന നോക്കി, ഇത്രയും താഴ്ച ഉണ്ട് കേട്ടോ ഈ ചാല്. എന്തെങ്കിലും വരാലുണ്ടെങ്കിൽ ഇവിടുത്തെ കാണും. ഇത് മുങ്ങിയാൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതേ കണക്കാ, മുട്ടിയ മുങ്ങേണ്ടി വരും. ചവിട്ടി കീഴോട്ട് ഇടിക്കുന്നതല്ല. അപ്പം എന്നെ മുട്ടിയത് അതായിരിക്കുമെന്നെങ്കിൽ വരാൻ തന്നെ ആയിരുന്നല്ലേ. ഞാർക്ക് ജസ്റ്റ് ഒന്ന് കാലൊന്ന് മൂന്ന് നോക്കി, പക്ഷെ കണ്ടില്ല. പുറകെ ചെമ്പല്ലി പല അടിക്കുന്നുണ്ട്. പൊക്കമായി. കുഴി അവിടെ ആയിരുന്നല്ലേ, കുഴി. ആ നേരം തപ്പി വെക്കടാ ശങ്കരൻ. ഇത് ഇവിടെ ഒന്ന് തപ്പി വയ്ക്കും. ഇതേപോലെ അതൊന്നും തപ്പി വയ്ക്കും. കണ്ടോ, സൈഡിൽ നിൽക്കുമായിരുന്നു ആളാ. സൈഡിൽ നിൽക്കുമായിരുന്നു. അതെന്തുവായിരുന്നു നോക്കണം. ആ നുരി വീണത് എന്തുവാന്ന് നോക്കണം. നമ്മൾ വലയുടെ പറ്റിയായി. നീ ചവിട്ടിയൻ്റെ ആണ്. എൻ്റെ കാല് കുലുങ്ങി. നീ ചവിട്ടിയൻ്റെ ആയിരുന്നു. ഞാൻ അടുത്ത് വരാലിടിച്ച് കയറി. കാല് മുട്ടിയില്ലല്ലോ അതിന് നമ്മളൊന്നും. എൻ്റെ കാലിൻ്റെ പെട്ടയ്ക്ക് നീ കൊണ്ടുവന്ന് ചവിട്ടി. അപ്പം വരാല് വന്ന് ഇടിച്ച് താഴെ നടക്കും. ഇവിടെ അവിടെ നോക്കിയടാ. ആ ഇവിടുത്തെ ചെമ്പല്ലി അങ്ങാണ്ട് വരുന്നടാ. അവിടെയായിരുന്നു നോക്കി. ഞാൻ ചവിട്ടി വരാലുണ്ട് കാലിൻ്റെ അടിയിലുണ്ട്. ഈ കാലിൻ്റെ തൊട്ടടി ഇപ്പൊ ഇടിച്ചതാണോ? ഇപ്പൊ ഇടിച്ചതാന്ന്. ഇപ്പൊ ഇടിച്ച് താന്നിരിപ്പുണ്ട് അവിടെ. ഇത് വീഡിയോ ആണോ? ഇതൊന്ന് പിടിച്ച
ഈ കാലിൻ്റെ തൊട്ട് പുറകിലായിട്ട് മുന്നോട്ടിരിക്കുന്നതിൻ്റെ അല്ല പുറകോട്ട് കുതികാലിൻ്റെ പുറകോട്ട്. കിട്ടിയ അത് തന്നെയായിരുന്നു. ഇതല്ലായിരുന്നു. അതാ പറഞ്ഞ എൻ്റെ കാലിൻ്റെ പുറകിൽ നിന്ന് കിട്ടിയതല്ലേ? നീ അല്ല ഇടിച്ചു തന്ന സമയത്ത് എൻ്റെ കാലം കുലുങ്ങിയായിരുന്നു. ആ എൻ്റെ കാലം ആ സമയത്ത് അത് കുലുങ്ങിയായിരുന്നു. തന്നെ, അത് തന്നെ അവിടെ ഇരുന്ന് അതാ. മറ്റേ നമ്മൾ കണ്ട നുരിയുടെ വരലാണ്. അതായിരിക്കണം. പൊക്കാം. പോയോ ഇടാ ചെമ്പല്ലിയാണ് എന്തോറണം പെട്ടെന്നൊക്കെ വന്ന് വലിഞ്ഞടാ ഇവിടെ. ഇവിടെ എന്താ വരാലുണ്ടോ? ഇത് പറ്റേ വന്നിട്ടുണ്ട്. ആണോ? ഉണ്ടോ? കേട്ടെന്തൊക്കെ എന്തൊക്കെയാലും കേറ്റ് എടാ ശങ്കറേ ഇത് പിടിച്ച് ഇതൊന്ന് നോക്കട്ടെ. കണ്ടില്ലല്ലോടാ. ഇതിവിടെ ഇവിടെ കണ്ട ഒരു മുക്കണ്ണി ചെതമ്പൽ ഇവിടെ അല്ലല്ല ഇവിടെ ചെതമ്പലുണ്ടോ? ഇവിടെ എങ്ങോട്ടോ ഊരിയത്. ഇത് വരാൻ എന്ത് അതായിരിക്കത്തില്ല. അതൊക്കെ കയറ്റ്. വില കൂടുതലുള്ളതുകൊണ്ടേ ഇവിടെയൊക്കെ പരിപാടിയാണെന്ന് കേട്ടെ. രാത്രി ഓട്ടക്കാരുള്ള ഊട്ട വരാലിന് ഒരു ഊട്ട വരാല് നമ്മൾ കണ്ട് കേട്ടാ. വരാനാണ് അത്. 4 വരാല് 5 വരാല്. യാമ വരാൽ ആ മൂലക്കുള്ള വരാലേ ഉള്ളായിരുന്നു ശങ്കര. കൂട്ടി സൂപ്പർ വരാലാട്ടെ. ഇടുക്കം വരാല് ഇത് കണ്ടു. ഇതാറ് മുപ്പള്ളിക്കൊരു കുത്തുകുത്തി ചെയ്തേട്ടെ കളഞ്ഞേക്കാം അല്ലേ? ചമ്മൽ ജീരുവ ചമ്മൽ കളഞ്ഞ കേട്ടോ അല്ല. കഴിഞ്ഞോ? നമുക്ക് ഇഷ്ടമുള്ള വരാനാണ്. ആ ചേച്ചിമാര് മീൻ മേടിച്ച പോലെ ആരെങ്കിലൊക്കെ മേടിക്കുമായിരുന്നെങ്കിൽ അല്ലേ? അതൊന്ന് കുറിച്ച്